അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ പ്രാധാന്യമുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും സ്ഥിരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒട്ടേറെ ശ്രേഷ്ഠതകൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥനയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. റമദാനിന് മുമ്പേ ധാരാളം പ്രാർത്ഥനകൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളും പതിവായി ചെല്ലുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അഥവാ പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന നിലക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 3 രൂപത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് ഉപകാരപ്പെടും. ഒന്ന്, തീരെ ഈ പ്രാർത്ഥന പഠിക്കാത്ത ആളുകൾക്ക് അത് പഠിക്കാം. അവർക്കും ഇനി പഠിച്ച ആളുകൾക്കും ഉപകാരപ്പെടുന്ന മറ്റു 2 പ്രത്യേകതകൾ പറയാം. ഒന്ന്, രണ്ടാമത്തെ ഇതിലെ കാര്യം എന്ന് പറയുന്നത്, പലരും ഈ പ്രാർത്ഥനയുടെ ആശയവും അതിൻ്റെ ആദർശ തലങ്ങളും ഒട്ടും പരിഗണിക്കാതെയായിരിക്കും ചിലപ്പോൾ ഇതിങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നുണ്ടാവുക. അപ്പം അത് കൃത്യമായി നമുക്ക് ഉൾക്കൊള്ളാനൊരു അവസരം ഈ വീഡിയോക്കകത്ത് ഉണ്ടാകും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന പതിവായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന, എന്നാൽ ഇതിനകത്തുള്ള കാര്യങ്ങളോട് നീതി പുലർത്താൻ കഴിയാത്ത കുറേ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും ഒരു പക്ഷേ ഈ വിശദീകരണം സഹായകമായേക്കാം. ഇനി നമുക്ക് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പേ ഇതിൻ്റെ ഒരു പ്രത്യേകതയായി ഈ പ്രാർത്ഥന വന്നിട്ടുള്ള ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു റിപ്പോർട്ടിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. എന്താ അവിടെ പറയുന്ന അറിയോ? വമൻ ഖാലഹ മിനൻ നഹാരി മൂഖിനൻ ബിഹ ഫമാത്ത മിൻ യൗമിഹി ഖബല അയ്യുംസി. നേരം വൈകുന്നേരമാകുന്നതിന് മുമ്പ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, എങ്ങനെ? രാവിലെ അഥവാ പകൽ സമയത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടാണ് അയാൾ മരണപ്പെടുന്നത് എങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ അവകാശിയായി തീരും എന്നാണ്. വമൻ ഖാലഹ മിനൽ ലൈലി, ഇനി രാത്രിയിലാണ് ഒരാൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്നത് എങ്കിൽ വഹുവ മൂഖിനുൻ ബിഹ, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 2 സ്ഥലത്തും പറഞ്ഞത് അതാണ്. യഖീനോടുകൂടി ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് അതിനോട് കൂറ് പുലർത്തിക്കൊണ്ടായിരിക്കണം ഈ പ്രാർത്ഥന ചെയ്യുന്നത്. അങ്ങനെ ചെല്ലുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഫമാത്ത ഖബല അയ്യുസ്ബിഹ, പിറ്റേന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, ആ വ്യക്തിയും സ്വർഗത്തിന്റെ അവകാശിയാണ്. അപ്പൊ രാവിലെയും വൈകുന്നേരവും നമുക്ക് ചെല്ലാൻ പറ്റേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണിത് എന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അതിൽ യഖീൻ ഉണ്ടായിരിക്കണം. 10 കാര്യങ്ങളാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ നമ്മൾ പറയുന്നത്. 10 കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങളും നമുക്ക് ഉറപ്പുണ്ടോ എന്ന് നോക്കണം. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, 3 വിഭാഗം ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. ആ 3 വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകളും ഉണ്ടാവുക. അപ്പൊ ആ നിലക്ക് എല്ലാവരും ഈ വീഡിയോ പരിപൂർണമായും കണ്ട് നമ്മുടെ റമദാനിന് മുമ്പേ നമുക്ക് ഈ വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങളെ, അഥവാ സയ്യിദുൽ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് ആർജിക്കാൻ കഴിയണം. ഇനി അതിൻ്റെ പുറത്തേക്ക് എന്ത് തന്നെ കാര്യങ്ങൾ കടന്നു വന്നാലും ശരി, നമ്മളതിന് കിട്ടൂല. ഇതിൽ ഉറപ്പിച്ചു നിന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം എന്താണ്? ഈ പറഞ്ഞ പ്രാർത്ഥനയിലെ കണ്ടന്റുകളോട് നീതി പുലർത്താൻ നമുക്ക് പറ്റിയാൽ സ്വർഗം ഉറപ്പാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ ചെയ്തിട്ടിട്ടുള്ളതിൻ്റെ ഒക്കെ താഴെ വന്നിട്ടുള്ള കമന്റുകൾ പരിശോധിച്ചപ്പോൾ, അഥവാ ഈ പ്രാർത്ഥനയല്ല മറ്റൊരു പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി ഈ പ്രഭാഷകൻ സൂചിപ്പിക്കുന്ന കാര്യം
ഈ പ്രാർത്ഥനയുടെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലവും ഒക്കെ ഇങ്ങനെ എക്സാജുറേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ പ്രത്യേകം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകളിലൊക്കെയുള്ള എല്ലാ നിലക്കുള്ള ക്വാളിറ്റീസും എല്ലാ നിലക്കുള്ള ബെനഫിറ്റുകളും നമുക്ക് ആ പ്രാർത്ഥന കൊണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മം കൊണ്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അത് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതെങ്ങനെയാണത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക? ആ പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യങ്ങളുടെ ആശയം ഉൾക്കൊള്ളുമ്പോഴാണ് അത് ബോധ്യപ്പെടുള്ളൂ. അല്ലാതെ നമ്മുടെ കേവല അധര വ്യായാമങ്ങൾ കൊണ്ട് കിട്ടുന്നതല്ല ഒരു പ്രതിഫലവും ഒരു നേട്ടവും. അങ്ങനെ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ടാകും. ഈ വീഡിയോ കാണുന്ന ആളുകളിൽ പോലും അത് ഉണ്ടാവും. അത് ഇപ്പോ നമ്മളൊരു കുറ്റമായി കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? തിരുത്താൻ നമ്മൾ റെഡി ആവണം. അതാണ് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് തന്നെ അതിന്റെ തുടക്ക ഭാഗത്ത് തന്നെ ഹദീസിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, ഈ പ്രാർത്ഥന നിർവഹിക്കുന്ന ആള് സ്വർഗത്തിലായിരിക്കും. രാവിലെയും വൈകുന്നേരവും നിർവഹിക്കുന്ന ആള് രാവിലെ നിർവഹിച്ച് വൈകുന്നേരം ആണതിന് മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലാണ്, വൈകുന്നേരം നിർവഹിച്ച് പിറ്റേന്ന് നേരം വെളുക്കണതിന് മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലാണെന്ന് പറഞ്ഞതിൽ ഒരു സംശയമല്ല. പക്ഷേ ഇതിൽ പറഞ്ഞ 10 കാര്യങ്ങളെ ഉറപ്പിക്കാൻ, അതിൽ ദൃഢബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ, അതിൽ പറഞ്ഞതിനോട് ഒരു അണുമണിത്തൂക്കം പോലും വ്യതിയാനമില്ലാതാക്കാൻ എനിക്ക് പറ്റിയോ എങ്കിൽ ഞാൻ സ്വർഗത്തിലാണ്. അങ്ങനെ ഓരോരുത്തരും വീഡിയോ കാണുന്ന ആൾക്കാർ തീരുമാനിച്ചാൽ മതിയല്ലോ. നമുക്ക് ഈ പ്രാർത്ഥനയുടെ ടെക്സ്റ്റിലേക്ക് വരാം. നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാ വീഡിയോക്കകത്തും പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട സീരീസിൽ എത്ര വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോക്കകത്തൊക്കെ പ്രാർത്ഥനകൾ മാത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആ പ്രാർത്ഥനയുടെ ടെക്സ്റ്റ് ഒരു ഭാഗം മാത്രമാണ്. അതിൻ്റെ അർത്ഥം പറയും, അതിൻ്റെ ആശയങ്ങൾ പറയും, അതോടൊപ്പം തന്നെ അതിലെ ഐഡിയോളജി, അതിലെ ആദർശ തലങ്ങളും നമ്മൾ പറയും. ഈ 4 കാര്യങ്ങളും നമ്മൾ ഏത് പ്രാർത്ഥന പഠിക്കുന്ന സമയത്തും നമുക്ക് ബോധം ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ ഏത് യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും ഒക്കെ മുമ്പിൽ നമുക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. ഇത് ഞാൻ നിർവഹിക്കുന്നതിന് എനിക്ക് പ്രതിഫലം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ നിന്ന് ഞാൻ സ്വർഗം പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പറഞ്ഞ കാര്യങ്ങൾ വളരെ ദൃഢമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ ആ 10 കാര്യങ്ങളിൽ അതുണ്ട്. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് പറയുന്നത്. ഇനി എൻ്റെ ടെക്സ്റ്റിലേക്ക് വരാം. നമ്മൾ കൂടുതൽ സമയം എടുത്ത് നമ്മൾ കൂടുതൽ പഠിക്കാനൊക്കെ ശ്രമിക്കേണ്ട ഒരു ഭാഗമാണ്. അത് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് വരുന്നത്? എല്ലാവരും ശ്രദ്ധിക്കണേ. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അൻത റബ്ബി. എല്ലാ ടെക്സ്റ്റിലെ ഓരോ ഭാഗങ്ങളും 10 വാക്കുകളായിട്ട് ഞാൻ പറയാം. അതിനകത്ത് 1, 2 തവണ പറയും, ഓരോന്നും 2 തവണ വീതം പറയും. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അൻത റബ്ബി. ലാ ഇലാഹ ഇല്ലാ അൻത, ലാ ഇലാഹ ഇല്ലാ അൻത. ഖലഖ്തനി വഅന അബ്ദുക, ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു. അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു, അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി, വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നമ്മൾ പറഞ്ഞു വെച്ച 10 കാര്യങ്ങളും അതിൻ്റെ ഓരോ വേർഡുകളുടെയും അർത്ഥസഹിതം നമ്മൾ ഇനി പറയാൻ പോവാണ്. ഓരോ വിരലുകൾ ഇങ്ങനെ മടക്കി നമുക്കതിങ്ങനെ മനസ്സിലാക്കി നോക്കാം. 1 അല്ലാഹുമ്മ, അല്ലാഹുവേ. അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്. അല്ലേ? കൂടുതൽ നമ്മൾ അറിയുന്ന കാര്യമായതുകൊണ്ട്, എപ്പോഴും കേൾക്കുന്നതായതുകൊണ്ട് നമുക്ക് ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്യാതെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അല്ലാഹുമ്മ, അല്ലാഹുവേ. അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല. ഖലഖ്തനി വഅന അബ്ദുക, ഖലഖ്തനി വഅന അബ്ദുക, നീ എന്നെ സൃഷ്ടിച്ചു, അഥവാ നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ അടിമയാണ്. അപ്പൊ നമുക്ക് ഈ ഓർഡർ അല്ലാതെ അല്ലാഹുമ്മ അൻത റബ്ബി എന്നുള്ള ഒന്നായിട്ട് പറയാം, ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ളത് രണ്ടാമത്തായിട്ട് പറയാം, ഖലഖ്തനി എന്നുള്ളത് മൂന്നാമത്തായിട്ട് പറയാം,
വ അന അബുദുക്ക എന്നുള്ളതൊക്കെ പിന്നെ നാലാമത്തൊക്കെ ആയിട്ട് നമുക്ക് പറയാം. ഇതൊക്കെ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ 10 വിരലുകൾ അമർത്തുന്നത്. അപ്പോ ഹലക്ക് തനി വ അന അബുദുക്ക, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമ മാത്രമാണ്. വ അന അല അഹ്ദിക വ അന അല അഹ്ദിക വ വഅദിക മസ്തതഅതു. എന്താ അവിടെ പറഞ്ഞത്? വ അന ഞാൻ, അല അഹ്ദിക നിന്റെ ഉടമ്പടിക്ക് മേൽ, അല്ലെ, പരമാവധി എന്ത് ചെയ്യും, ഞാൻ ആ ഉടമ്പടികൾ പാലിക്കുമെന്നാണ് പറയുന്നത്. വ അന അല അഹ്ദിക വ വഅദിക, അതോടൊപ്പം തന്നെ നിന്റെ വാഗ്ദാനങ്ങൾ, അല്ലെ, അതൊക്കെ ഞാൻ എന്ത് ചെയ്യും, മസ്തതഅതു എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ആ കാര്യങ്ങൾ നിർവഹിക്കും. വ അന അല അഹ്ദിക വ വഅദിക മസ്തതഅതു. ഇനിയോ അഊദു ബിക മിൻ ശർരി മാ സനഅതു. അഊദു ബിക ഞാൻ നിന്നോട് ശരണം തേടുന്നു. മിൻ ശർരി തെറ്റിൽ നിന്ന്, തിന്മയിൽ നിന്ന്. എന്തിന്റെ? മാ സനഅതു ഞാൻ ചെയ്തു വെച്ചതായ കാര്യങ്ങളുടെയൊക്കെ തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ. അബൂഉ ലക ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. ബിനിഅമതിക അലയ്യ എൻ്റെ മേൽ നീ കനിഞ്ഞരുളിയതായ നിഅമത്തുകളെല്ലാം ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. വ അബൂഉ ബിദംബി എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ തെറ്റും ഞാൻ നിന്നോട് എന്ത് ചെയ്യുന്നു? സമ്മതിക്കുന്നു. ഫഗ്ഫിർലി എന്നിട്ടാണ് പറയുന്നത്, ഫഗ്ഫിർലി നീ എനിക്ക് പുറത്തു തരണേ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഇന്നഹു തീർച്ചയായും അത്, അല്ലേ, ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, ഒരിക്കലും നീ അല്ലാതെ ആ തെറ്റുകളൊന്നും പൊറുക്കാൻ ആരെ കൊണ്ടും കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഒരുമിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. എത്ര ഹൃദ്യമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് സയ്യിദുൽ ഇസ്തിഗ്ഫാറായി പരിചയപ്പെടുത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്. രാവിലെ ചൊല്ലി വൈകുന്നേരം ആകുന്നതിന് മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്നും, അതേപോലെ തന്നെ വൈകുന്നേരം ചൊല്ലിയിട്ട് പിറ്റേന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗത്തിലാന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം എന്താ? ഇതിൽ അവൻ ഉറച്ചു നിൽക്കണം എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞല്ലോ. വഹുവ മൂഖിനുൻ ബിഹ, അതിൽ അവന് ഉറപ്പുണ്ടായിരിക്കണം. എന്താ, എന്തിലൊക്കെ ഉറപ്പ് വേണ്ടത്? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലേ, ഈ പ്രാർത്ഥനയിൽ ആശയാണ് ഇനി പറയാൻ പോണത്. അൻത റബ്ബി, പടച്ചോനെ നീയാണ് റബ്ബ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, അള്ളാഹുവാണ് റബ്ബ് എന്ന് പറയുകയും പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 ആയത്തുകൾ നമുക്ക് ശ്രദ്ധേയമായി കാണാൻ പറ്റും. പിന്നെ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് സൂറ അഹ്കാഫിൽ കാണാം. അതേപോലെ തന്നെ സൂറ ഫുസ്സിലത്തിൽ കാണാൻ പറ്റുന്നത് തതനസ്സലു അലൈഹിമുൽ മലായിക ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ എന്ന് പറയുന്ന ഭാഗം. അതൊക്കെ ഒരു പ്രതീക്ഷയുടെ ചിന്തയിലേക്കാണ് നമുക്ക് എത്തിപ്പെടാൻ കഴിയുക. അഥവാ എൻ്റെ റബ്ബ് പടച്ചോനാന്ന് പറഞ്ഞാൽ ആ റബ്ബ് പടച്ചോൻ തന്നെ ആയിരിക്കണം. റബ്ബ് എന്ന് പറഞ്ഞാല് എല്ലാ നിലക്കും, അല്ലെ, ഒരു സംഗതിയെ പിന്നെ സൃഷ്ടിക്കണം, ഖാലിക്കാകണം. റബ്ബ് ആരാണെന്നുള്ള ചോദ്യത്തിന് നമ്മൾ പറയുമ്പോൾ ഖാലിക്കാകണം. അതുപോലെ തന്നെ പിന്നെ എല്ലാ നിലക്കും നമുക്ക് ഓരോ ഘട്ടത്തിലും ആവശ്യമായ എല്ലാം നൽകിയിട്ട് ഇങ്ങനെ പടിപടിയായി വളർത്തുന്നവനെയാണ് റബ്ബ് എന്ന് പറയാ. ആ റബ്ബ് പടച്ചോനാണ് ട്ടോ എന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. അതിൽ നമുക്ക് യാതൊരു ശക്കുണ്ടാകാൻ പാടില്ല. അതാണ് ഒന്നാമത് നമ്മൾ പറയുന്നത്. പിന്നെ പറഞ്ഞ വിഷയം എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ആരാധ്യനും ഇല്ല എന്നാണ്. അപ്പൊ ഉലൂഹിയത്തിന്റെ തലങ്ങളാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മക്കാ മുശ്രിക്കുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് അള്ളാഹുവിൽ വിശ്വസിച്ച ആൾക്കാരായിരുന്നു. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് കാര്യമല്ല. ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ളത് സയ്യിദുൽ ഇസ്തിഗ്ഫാറിലെ ഒരു ടെക്സ്റ്റാണ് പ്രിയപ്പെട്ടവരെ. ആ ടെക്സ്റ്റിൽ നമുക്ക് യഖീനുണ്ടോ എന്നുള്ളത് എങ്ങനെ ഉറപ്പുവരുത്തേണ്ടത്? മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം എന്തായിരുന്നു? വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ് വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ
ആരാണ് ഉപരിലോകത്തുനിന്ന് വെള്ളം വർഷിപ്പിക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത്? ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? വലൈൻ സഅൽതുഹും മൻ ഖലഖഹും, ആരാണ് അവരെ തന്നെ പടച്ചത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ലയഖൂലുന്നല്ലാഹ് സയഖൂലുന്നല്ലാഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിന്റെ മറുപടികൾ അവർ കൊടുത്തത്. അഥവാ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലയിൽ അവർക്ക് ചില പിഴവുകൾ സംഭവിച്ചതിന്റെ കാരണങ്ങൾ പറഞ്ഞെന്താ? അദൃശ്യജ്ഞാനം അല്ലാത്തവർക്ക് ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് പ്രത്യേകം ഇടയാളന്മാരെയും ഇടത്തട്ട് കേന്ദ്രങ്ങളെ അവർ കൊണ്ടുവന്നു. അവരുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകള്, പൂർവ്വ പിതാക്കന്മാര്, പിതാമഹന്മാര് ഒക്കെ പല രൂപത്തിലും അള്ളാഹുവിൽ പങ്കു ചേർത്തവരായിരുന്നു. അങ്ങനെ അള്ളാഹുവിലേക്ക് അവരൊക്കെ വെച്ച പങ്കുകാരെയൊക്കെ ഇവര് തുടർന്നു കൊണ്ടുപോയി. എങ്ങനെയാണെങ്കിലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ചെയ്യുന്ന ഒരാള് സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരം ചൊല്ലിക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുമോ? ഞാൻ ഇതാണ് പറഞ്ഞത്. വീഡിയോന്റെ തുടക്കത്തിൽ 3 കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും, അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് തിരുത്താൻ കഴിയണം. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെല്ലാൻ റെഡിയാകും എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തി ആദ്യം തീരുമാനിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ എല്ലാ കാര്യവും വെടിയും എന്നായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം മൻ കാന ആഖിറു കലാമിഹി മിനദ്ദുനിയ ദഖലൽ ജന്ന എന്നൊക്കെയുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചവനാണ് ആത്യന്തിക വിജയമുള്ളത്. അതുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ യഖീനോട് കൂടി ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നമുള്ളത്? അവ ലാ ഇലാഹ ഇല്ലാ അൻത. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. അതിൽ നമുക്ക് ഉറപ്പ് വേണം. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. ഷറഫുൽ അനാം മൗലിദിലൂടെ എന്താണ് നമ്മുടെ നാട്ടില് ബഹുഭൂരിപക്ഷ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ വിളിച്ചിട്ട് അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ദന്നി യാ ബശീറു യാ നദീറു എന്നൊക്കെ പറഞ്ഞുകൊടുക്കല്ലേ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയാണെന്ന് പറയുന്ന ആള് സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പറ്റി സംസാരിക്കാൻ എന്ത് യോഗ്യത ഉണ്ട്? പറയണം, പഠിക്കണം. അതുകൊണ്ട് റമദാനിനു മുമ്പ് വിശ്വാസ വിശുദ്ധി ഉറപ്പുവരുത്തണം. വഅന അബ്ദുക, അള്ളാന്റെ അടിമ മാത്രം നമ്മള്. ആ അടിമത്വം പടച്ചവനിലേക്കല്ലാത്ത ഇങ്ങനെ ചേർത്തി പറയുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതതു, എന്താ പറഞ്ഞ കൂട്ടത്തില് എല്ലാം പെട്ടില്ലേ? സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ എല്ലാം പെട്ടു. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരമാവധി, കഴിവിന്റെ പരമാവധി പടച്ചവനെ ഞാൻ ചെയ്യും എന്ന് നിന്നോട് സമ്മതിക്കുകയാണെന്ന് പറയാണ് ഇവിടെ ചെയ്തത്. അള്ളാഹുവേ എന്നാണല്ലോ തുടക്കം പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പടച്ചോനോടാണ് ഏറ്റു പറയേണ്ടതുള്ളൂ. അതാണ് ഇതിലെ ആദർശം എന്ന് പറയുന്നത്. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ സവിസ്തരം പ്രതിപാദിക്കേണ്ടതാണ്. ഞാൻ സമയത്തിന്റെ ദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കണില്ല തൽക്കാലം. പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? വഅന അലാ അഹ്ദിക, എൻ്റെ പ്രത്യേക ഉടമ്പടികൾ, പടച്ചോൻ എന്നെ ഏൽപ്പിച്ച കുറെ ഉടമ്പടികൾ ഉണ്ടായിരുന്നു. വഅദിക, ചില പ്രത്യേകമായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. മസ്തതഅതു, അത് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ എന്ത് ചെയ്യും? മാക്സിമം ഞാനത് നിറവേറ്റിട്ടോ പടച്ചോനെ എന്ന് പടച്ചോനോട് പറയാണ്. അപ്പൊ എന്തൊക്കെയാണ് കരാറുകൾ ഉള്ളത്? ഇബാദത്തുകൾ ആയിട്ടുള്ള കരാറുണ്ട്, ഉടമ്പടികളും അതേപോലെ തന്നെ ബാക്കിയുള്ള വാഗ്ദാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് ആരാധനകളുടെ വിഷയത്തിലുണ്ട്, കുടുംബപരമായ കാര്യത്തിലുണ്ട്, വിവാഹത്തിന്റെ വിഷയത്തിലുണ്ട്. എല്ലാം പടച്ചോൻ പറഞ്ഞ പോലെ ആകണം എന്നാണ്. ഇങ്ങനൊരാളായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ അതാകാനുള്ള താല്പര്യം നമുക്കില്ല. എന്നാൽ രാവിലെയും വൈകുന്നേരവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാണാൻ പഠിച്ചിട്ട് നമുക്കൊന്ന് ചൊല്ലി നോക്കാം എന്ന് പറയുന്ന രീതിക്ക് ഒരു വിശ്വാസി നിൽക്കരുത്. മറിച്ച് അതിൽ പറഞ്ഞ ആശയങ്ങളോട് നമുക്ക് താതാത്മ്യം പുലർത്താനും അതിനൊരു നീതിയോട് കൂടി പെരുമാറാനും നമുക്ക് കഴിയണം. ഇവിടെ ഇനി എന്താ പറഞ്ഞത്? അഊദു ബിക മിൻ ശർരി മാ സനഉതു, 6ാമത്തെ പോയിന്റ്. അഊദു ബിക മിൻ ശർരി മാ സനഉതു. അതിൻ്റെ ഇടയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യണതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഷെറുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ആ ഷെറിനെ ഞാൻ പടച്ചവനക്ക് വിടുകയാണ്. പടച്ചവനിലാണ് ഞാൻ അഭയം തേടുന്നത്. അതിലൊക്കെ വലിയ ആശയങ്ങളുണ്ടല്ലോ. അഊദു ബിക മിൻ ശർരി മാ സനഉതു എന്നൊക്കെ പറഞ്ഞില്ലേ. അബൂഉ ലക ബിനിഅമതിക അലയ്യ, എനിക്കൊരുപാട് നിയമത്തുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ നിയമത്തുകളൊന്നും എൻ്റെ ഒരു അധ്വാനം കൊണ്ടും കിട്ടിയതല്ല എന്ന് ഞാൻ അങ്ങനെ സമ്മതിക്കണം. പടച്ചോൻ തന്ന നിയമത്താണുള്ളത്. നമ്മൾ നിയമത്ത് നഷ്ടപ്പെടുന്നതിനെ പറ്റിയിട്ട് നമുക്ക് വേറെ പ്രാർത്ഥന നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്.
അടുത്ത സമയങ്ങളിലൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന നമുക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നിഅമത്ത് എന്തൊക്കെ ഉണ്ടോ, നമ്മുടെ സമ്പത്തും സംവിധാനങ്ങളും നമ്മുടെ ആരോഗ്യവും ഒക്കെ നിഅമത്താണല്ലോ. ഈ നിഅമത്ത് പടച്ചോൻ എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ എനിക്ക് കിട്ടിയ, ഞാൻ അനുഭവിക്കുന്ന എല്ലാ നിഅമത്തിന്റെയും ഉടമസ്ഥൻ പടച്ചോനെ നീയാണ്. ആ നിഅമത്ത് അല്ലേ, അത് എല്ലാം ആ നിഅമത്തുകളൊക്കെ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അത് പടച്ചോന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടലും വിധേയമാവുക തന്നെ ചെയ്യും എന്ന ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ നിഅമത്തൊക്കെ പടച്ചോനെ, എൻ്റെ മക്കള്, എൻ്റെ സംവിധാനങ്ങൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ തോട്ടങ്ങൾ എല്ലാം, എൻ്റെ ബിസിനസ് എല്ലാം ഇതാ പടച്ചോനെ നീ തന്നതാണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു, കൂടെ പറയുന്നു വ അബൂ ഉബിദംബി, പടച്ച റബ്ബേ ഞാൻ സമ്മതിക്കുകയാണ് കേട്ടോ, എൻ്റെ തെറ്റും ഞാൻ സമ്മതിക്കുകയാണ്. ശരിക്കും എന്താ തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ? തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നദുമു തൗബ എന്നാ. തൗബ എന്ന് പറഞ്ഞാൽ ഖേദമുണ്ടാവലാണ് തൗബ. നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ചെയ്തു പോയതിനെ പറ്റിയിട്ടുള്ള ഒരു മനസ്താപം എന്നൊക്കെ പറയില്ലേ, ആ സംഗതിക്കാണ്. എനിക്ക് ഞാൻ ചെയ്ത തെറ്റിൽ ഒരു ഖേദം ഉണ്ടാവണം. അങ്ങനെ ഒരു ഖേദം ഉണ്ടായി കഴിഞ്ഞാൽ നൈരന്തര്യമുള്ള ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. അശ്ലീലതകൾ കാണുക, അതല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെടുക, ബാക്കിയുള്ള ആളുകളുടെ പരദൂഷണം പറയുക, ഇതൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് നെതുമില്ല എന്നുള്ളതാണ്. എവിടെയൊക്കെയോ ചില ഫാൾട്ടുകൾ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധേയമായൊരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഞാൻ പഠിക്കുമ്പോൾ അതിൽ യഖീൻ ഉണ്ടാകണം എനിക്ക്. മൂക്കിനുൻ ബിഹ, അതിനകത്ത് നമുക്ക് യഖീൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതാണ് അബൂ ഉബിദംബി. പിന്നെ പറയണത് എന്താണ്? ഫഗ്ഫിർലി, ഇങ്ങനെയൊക്കെ കാര്യങ്ങളായതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, ഫഇന്നഹു തീർച്ചയായും, അല്ലേ, തീർച്ചയായും ആ കാര്യം എന്താണ്? ലാ യഗ്ഫിറു ദുനൂബ, ഒരിക്കലും പാപങ്ങൾ പൊറുക്കൂല, ഇല്ല അൻത, നീ അല്ലാതെ. അപ്പൊ പാപം പൊറുക്കുന്നവരും വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ പാപം പൊറുക്കുന്നവൻ ആരുണ്ട്? അവിടെയാണ് അൻത ഗഫാറുൽ ഖതായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകം സലാം ബൈത്തിലും അതുപോലുള്ള മൗലിദ് കിതാബുകളിലൊക്കെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കണക്ട് ചെയ്തിട്ട്, ഇനി അപ്പുറത്ത് മൊഹീദ്ദീൻ ഷെയ്ഖിലേക്ക് കണക്ട് ചെയ്തിട്ടൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു. ഒരു ഭാഗത്ത് അവർ സയ്യിദുൽ ഇസ്തിഗ്ഫാറും എന്ത് ചെയ്യുന്നു, രാവിലെയും വൈകുന്നേരമൊക്കെ ഉച്ചരിക്കുന്നു. അപ്പൊ ഈ ഉച്ചാരണം കൊണ്ട്, അതര വ്യായാമം കൊണ്ട് കാര്യമില്ലാന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മാറാൻ താല്പര്യം തോന്നുന്നുണ്ട് എങ്കിൽ ഇനി വെയിറ്റ് ചെയ്യരുത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ ഡാം ഷുവർ നമുക്ക് അള്ളാഹു സ്വർഗം നൽകും. പക്ഷേ ആ സ്വർഗം നൽകണം എന്നുണ്ടെങ്കിൽ അള്ളാഹ് വെച്ച കണ്ടീഷൻ, അതിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് യഖീനോടുകൂടി ഇടപെടാൻ കഴിയണം, അതിൽ ഉറപ്പുണ്ടാകണം, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ആ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായത് പിന്നെ ചെയ്യാൻ പാടില്ല. അപ്പൊ പ്രാർത്ഥനയിലെ അതിൻ്റെ ടെക്സ്റ്റുകൾ മാത്രം കാണാതെ പഠിച്ച് അതിങ്ങനെ നമ്മുടെ ഒരു അതര വ്യായാമമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതിൽ ആശയങ്ങൾ ഉൾക്കൊണ്ട് അതിന്റെ ആദർശ തലങ്ങൾ, അതാണ് ആദർശ തലം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പടച്ചോന് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പടച്ചോനോടാ പറയേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിവർത്തിച്ചു തരാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ പടച്ചോന് മാത്രമേ കഴിയുള്ളൂ. ആ കാര്യങ്ങൾ പടച്ചോനോട് മാത്രം തേടി നമുക്ക് ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രാർത്ഥനയിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കാനും കഴിയുന്ന ഭക്തരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു സീരീസിൽ നമ്മൾ മറ്റൊരു പ്രാർത്ഥനയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. റമദാനിന് മുമ്പേ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.